السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് അല്ലാഹുവിനെ യഥാർത്ഥമായ നിലയിൽ ഭയപ്പെട്ടുകൊണ്ട് അവന്റെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങിയവരായി ഈ ഭൂമിയിൽ ജീവിക്കണമെന്നാണ്. ഒരാൾക്ക് എപ്പോഴാണ് യഥാർത്ഥമായ നിലയിൽ തന്റെ രക്ഷിതാവിനെ ഭയപ്പെടാൻ കഴിയുന്നത്? തീർച്ചയായും അതിന് സാധ്യമായി തീരണമെങ്കിൽ അല്ലാഹുവിനെ സംബന്ധിച്ചുള്ളതായ അറിവ് നാം നേടേണ്ടതുണ്ട്. അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള അറിവ് നാം എവിടെ നിന്നാണ് നേടുക? നമ്മളുടെ ബുദ്ധിയോ നമ്മളുടെ യുക്തിയോ നമ്മളുടെ ചിന്തകളോ കൊണ്ട് മാത്രം ഒരിക്കലും അത് സാധ്യമായി തീരുകയില്ല. സൃഷ്ടാവിനെ സംബന്ധിച്ച് നമ്മുടെ സൃഷ്ടാവ് തന്നെ നമുക്കറിയിച്ചു തന്ന വിവരങ്ങളിലൂടെ മാത്രമാണ് നമ്മളുടെ റബ്ബിനെ നമ്മൾക്കറിയുവാൻ കഴിയുക. പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിർ എന്ന അധ്യായത്തിലെ 28-ാമത്തെ വചനത്തിൽ അറിവുള്ള ആൾക്ക് മാത്രമേ അല്ലാഹുവിനെ കൃത്യമായി ഭയപ്പെടാൻ കഴിയുകയുള്ളൂ എന്നുണർത്തുന്നുണ്ട്. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ ഇന്നല്ലാഹ അസീസുൻ ഗഫൂർ. അല്ലാഹു പറയുകയാണ്, അല്ലാഹുവിനെ സംബന്ധിച്ച് അറിവുള്ള, ഖുർആനിനെ സംബന്ധിച്ച് അറിവുള്ള ഒരു മനുഷ്യന് മാത്രമാണ് ആത്യന്തികമായി അല്ലാഹുവിനെ ഭയപ്പെടാൻ കഴിയുക. തീർച്ചയായും അല്ലാഹു ഏറെ പ്രതാപശാലിയും അങ്ങേയറ്റം പുറത്തു തരുന്നവനുമത്രേ. തീർച്ചയായും നമ്മളുടെ മനസ്സിൽ ഈ ഒരു ബോധമുണ്ടാവുക തന്നെ വേണം. എനിക്കെന്റെ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ കഴിയണമെങ്കിൽ അല്ലാഹുവിന്റെ കിതാബ് പഠിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതല്ലാതെ മറ്റൊരു മാർഗം എന്റെ മുന്നിലില്ല എന്ന തിരിച്ചറിവ്. എന്താണ് വിശുദ്ധമായ ഖുർആൻ? നമ്മൾക്ക് ഏവർക്കും അറിയാം, തൻസീലും മിർ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിങ്കൽ നിന്ന് അവതരിച്ച വിശുദ്ധമായ വചനങ്ങളത്രേ. തൻസീലും മിനർ റഹ്മാനിർ റഹീം, പരമകാരുണീകനും കരുണാനിധിയുമായ ലോകരക്ഷിതാവ് ഇറക്കിയ ദിവ്യമായ ആ വഹയിന്റെ വെളിപാടുകളത്രേ ആ വിശുദ്ധമായ ഖുർആനിലുള്ളത്. തൻസീലുൽ കിതാബ് ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയതായ വേദഗ്രന്ഥം, ലോകരക്ഷിതാവ് അത് ഇറക്കിയത് തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് യാതൊരു സന്ദേഹത്തിനും വകയില്ല എന്ന് അല്ലാഹു തആല ഉണർത്തുകയാണ്. ഈ ഖുർആൻ മാത്രമാണ് നമ്മളെ നേരായ മാർഗത്തിലേക്ക്, യഥാർത്ഥമായ വഴിയിലേക്ക്, സച്ചരിതരുടെ പാതയിലേക്ക് വഴി നടത്തുന്നത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇസ്രാ എന്ന അധ്യായത്തിലെ 9-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്രകാരം പറയുന്നത് നമ്മൾക്ക് കാണുവാൻ സാധിക്കും. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീൻ അല്ലദീന യഅമലൂന സ്വാലിഹാത്ത് അന്ന ലഹും അജ്റൻ കബീറ. അല്ലാഹു തആല പറയുകയാണ്, തീർച്ചയായും ഈ വിശുദ്ധമായ ഖുർആൻ ഏറ്റവും ചൊവ്വായ വഴിയിലേക്ക് നിങ്ങൾക്ക് മാർഗദർശനം നൽകുകയാണ്. അതോടൊപ്പം തന്നെ സൽക്കർമ്മം പ്രവർത്തിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ പ്രവർത്തനങ്ങൾക്ക് അല്ലാഹുവിങ്കൽ ഏറ്റവും മഹത്വപൂർണമായ വലിയ പ്രതിഫലങ്ങളുണ്ട് എന്ന സന്തോഷവർത്തമാനവും ഈ ഖുർആൻ ചെയ്യുന്നു. അതെ, നാം എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്നത് ഖുർആൻ നമ്മൾക്ക് കാണിച്ചു തരികയാണ്. നമ്മളുടെ ജീവിത ലക്ഷ്യം എന്താണ് എന്ന് ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. എങ്ങനെ നാം നമ്മളുടെ റബ്ബിനെ അറിയണമെന്നും ആരാധിക്കണമെന്നും നമ്മെ പഠിപ്പിക്കുന്നു. അല്ലാഹുവിന് കീഴൊതുങ്ങിയാൽ നമുക്ക് ലഭ്യമായി തീരുന്ന നന്മകളെക്കുറിച്ചും ആ മാർഗം കൈയൊഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ നേരിടാൻ പോകുന്ന ദുരന്തങ്ങളെക്കുറിച്ചും ഖുർആൻ നമ്മൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അതെ, നമ്മളെ നേരായ പാതയിലേക്ക്, സന്മാർഗത്തിന്റെ വഴിയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നതാണ് പരിശുദ്ധമായ ഖുർആൻ എന്നുള്ളത്. നമ്മൾക്കറിയുമല്ലോ, ഇന്നത്തെ ലോകം എല്ലാ നിലയിലുമുള്ളതായ തിന്മകൾ കൊണ്ട്, അധർമ്മങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ലോകമാണ്. ലിബറൽ ചിന്തകൾ, അതുപോലെ തന്നെ അരാഷ്ട്രീയവാദങ്ങൾ, മദ്യവും മദിരാശിയും മയക്കുമരുന്നുകളും, അതുപോലെ തന്നെ നമ്മൾക്കറിയാം
അറിയാവുന്ന മറ്റൊരു കാര്യമാണ് രാസലഹരിയും മറ്റുമൊക്കെ ആവോളം ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജനസമൂഹമായി ഇന്നത്തെ ജനസമൂഹം മാറിയിട്ടുണ്ട്. നാം ഇവിടെ തിരിച്ചറിയേണ്ടുന്നത് കേവല നിയമങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ മുന്നിലുള്ളതായ തടസ്സങ്ങൾ കണ്ടുകൊണ്ടോ ആരും ഒരു വേള ഇതിൽ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളണമെന്നില്ല. ആത്യന്തികമായി ഒരു മനുഷ്യനെ പരിവർത്തിപ്പിക്കാൻ കഴിയണമെങ്കിൽ തന്റെ രക്ഷിതാവിനെ കുറിച്ചുള്ളതായ ബോധം കൊണ്ട് മാത്രമേ അത് സാധ്യമായി തീരുകയുള്ളൂ. നോക്കൂ, പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് കൽപ്പിക്കുകയാണ് എല്ലാ തിന്മകളിൽ നിന്നും അകന്ന് ജീവിക്കുവാൻ. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസ്വാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബു ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലാഹു പറയുകയാണ്, അല്ലയോ സത്യവിശ്വാസികളെ, തീർച്ചയായും മദ്യം, അതുപോലെ തന്നെ എല്ലാ നിലയിലുമുള്ളതായ മോശമായ പന്തയക്കളികളും മറ്റുമൊക്കെ, അതുപോലെ പിശുക്ക്, അതുപോലെ അമ്പുകോലുകൾ കൊണ്ട് ഭാഗ്യങ്ങൾ പരീക്ഷിക്കുന്നത് എന്നിത്യാദി കാര്യങ്ങൾ സംബന്ധിച്ചെല്ലാം പറഞ്ഞിട്ട് അല്ലാഹു തആല പറയുകയാണ്, ഈ ലഹരിയും ഈ നിലയിലുള്ളതായ ധൂർത്തും ആ നിലയിലുള്ളതായ ആർഭാടങ്ങളുമെല്ലാം റിജ്സും മിൻ അമലി ശൈത്വാൻ, പിശാചിന്റെ ഏറ്റവും മ്ലേച്ഛമായ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ്. ഫജ്തനിബു ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങളത് ഒഴിവാക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമെന്നാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയവുമായി പരിശുദ്ധമായ ഖുർആൻ സംവദിക്കുകയാണ്. അധാർമികതയിലേക്ക് വെമ്പൽ കൊണ്ടു നിൽക്കുന്ന മനുഷ്യ ഹൃദയങ്ങളുടെ മുന്നിൽ പ്രകാശമായി പരിശുദ്ധമായ ഖുർആനിന്റെ ദിവ്യവചനങ്ങൾ പെയ്തിറങ്ങുന്നത് ആ ഖുർആനിനെ ഒരാവർത്തി സമീപിച്ചാൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഏറെ സങ്കടകരമായ ഒരു കാര്യമെന്നുള്ളത്, ഖുർആനിന്റെ വക്താക്കളെന്ന് പറയുന്ന നാം തന്നെ അള്ളാഹുവിന്റെ ഈ വചനങ്ങളെ കൈയൊഴിഞ്ഞ അവസ്ഥയിലല്ലേ നമ്മളുടെ ജീവിതം പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നന്നായി ആലോചിക്കാനും തിരുത്താനും നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. നാഥനായ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.